ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കേരള. ഇന്ന് നമ്മൾ ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ആക്ച്വലി ക്യാമറയുടെ പിന്നിലായിരുന്നു ഇത്രയും നാള്. അപ്പം ഇത് മുന്നിലോട്ട് വന്നു കഴിയുമ്പോൾ ആദ്യമായിട്ടൊരു സ്പെഷ്യൽ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനല്ല കുക്ക് ചെയ്യുന്നത്, മമ്മിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഡാഡി രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ആടിന്റെ തല കിട്ടി. അപ്പൊ ആടിന്റെ തല ഒരു തലക്കറി വെക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ബീഫും ചിക്കനും ഒക്കെ എന്താ പറയാ വെക്കാൻ എനിക്കറിയാം, പക്ഷെ ഒരു ആടിന്റെ അല്ലെങ്കിൽ മട്ടൺ വെക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ആടിന്റെ തലക്കറി വെക്കുന്നത് ഞാൻ കാണാം. അപ്പൊ മമ്മി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കി കണ്ട് പഠിക്കാം. അപ്പം എന്റെ സാറക്കുട്ടനെ നമ്മുടെ ഇവിടെ ഉണ്ട് കുക്കിങ്ങിലായിട്ട്. അപ്പൊ നമ്മൾ അതിലോട്ട് കിടക്കാം. അപ്പം ആടിന്റെ തലയാണ് ഞങ്ങൾ കറി വെക്കാൻ എടുത്തിരിക്കുന്നത്. ആട് നമുക്ക് എല്ലാവർക്കും ഒത്തിരി നല്ല ഗുണങ്ങളുള്ള മാംസമാണ്. ആട് അജമാംസം ഏറ്റവും നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ആടിൻ്റെ തല പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ആട് സൂപ്പൊക്കെ വെച്ച് കൊടുക്കും. ആടിൻ്റെ തല സൂപ്പ്, ആടിനെ മൊത്തമായിട്ടൊക്കെ സൂപ്പ് വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് തല ഇന്ന് അങ്ങനെ ഒന്ന് കറി വെക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ആടിൻ്റെ തലയുടെ ബ്രെയിൻ മാത്രം നമ്മുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ബാക്കി എന്താ പറയുക, ബാക്കി മാംസം എല്ലാം കൂടെ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആടിൻ്റെ തല നുറുക്കി വെച്ചിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആടിൻ്റെ തലക്കഷ്ണങ്ങളാണ്, നുറുക്കിയിട്ടുണ്ട്. ഇത് നുറുക്കിയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. അത് കഴുകി വൃത്തിയാക്കുന്ന ഒരു പണി മാത്രമേ നമുക്കുള്ളൂ. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാനല്ലേ? ജസ്റ്റ് ഒന്ന് മാരിനേറ്റ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കുകയാണ്. അതിനുശേഷമാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റി ഇതിൻ്റെ ഒപ്പം വേറെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് എത്ര നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം? ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. സാറക്കുട്ട, ഹായ്. സാറക്കുട്ട, ഹലോ. സാറക്കുട്ടനാണോ ഇത് കുക്ക് ചെയ്യുന്നത്? അമ്മച്ചിയുടെ കൂടെ സാറക്കുട്ടനാണോ തലക്കറി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ആണോ? ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും സാറക്കുട്ടൻ? തക്കാളി അരിഞ്ഞതാണ്. അപ്പം നമ്മൾ ഈ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില. പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് പെരുംജീരകമുണ്ട്, തക്കോലം, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ, അതുപോലെ തന്നെ മുഴുവൻ മല്ലിയുണ്ട്, വറ്റൽ മുളകുണ്ട്, കസ്കസ്, ജാതിക്ക, ജാതിപത്രി, അതുപോലെ തന്നെ പട്ട. ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറി മസാലയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മളിത് ഓൾറെഡി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ സ്പൈസസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഗരം മസാല, അല്ലെങ്കിൽ ഗരം മസാല അല്ലേ? ഓക്കെ, ആ ഗരം മസാല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്പൈസസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഇത് ഈ തലക്കറിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗരം മസാലയാണ്. അതുപോലെ തന്നെ ബാക്കി കറികൾക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മൾ എന്താ പറയാ ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഇത് സവാള വഴറ്റാൻ പോകണം അല്ലേ? പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മസാലകൾ, ഗ്രാമ്പൂ, പട്ട, അതുപോലെ ഏലക്ക, ജാതിയുടെ പത്രി കുറച്ച് അതിനകത്തേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമൊക്കെ കിട്ടും, നല്ലതാണ്, അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മസാല പൊടി ഇടുന്നതിലും നല്ല ഒരു ടേസ്റ്റ് ഫ്ലേവറും ഒക്കെ കിട്ടും. നമ്മളിതൊന്ന് ആദ്യം എണ്ണയിൽ വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നത് 2 സവാളയും പിന്നെ അതിൻ്റെ കൂടെ 10 അല്ലി ചെറിയ ഉള്ളി, ഇതും കൂടെ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ഇത് നമ്മൾ സാധാരണ എന്താ പറയുക കുക്ക് ചെയ്യുന്നതിൽ നിന്ന് ഇതിന് എന്താണ് വ്യത്യാസമുള്ളത് ഈ തലക്കറി വെക്കുന്നതിലൊക്കെ? ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു സ്പെഷ്യൽ കാണിക്കുന്നുണ്ട്. അത് ഒരു സസ്പെൻസാണ്, അത് നിങ്ങൾ അതുവരെയൊക്കെ സാധാരണ പോലെ. പിന്നെ അതുപോലെ നമ്മൾ ഇതിന് ഒരുപാട് മുളകും മല്ലി അങ്ങനെയുള്ളതൊന്നും എടുക്കുന്നില്ല. ഇതിന് നമ്മൾ സ്പെഷ്യലായിട്ട് എരിവിന് കുരുമുളകാണ് ചേർക്കുന്നത് കൂടുതലായിട്ട്. മല്ലി മുളകൊക്കെ ഇച്ചിരി കുറച്ചാണ് ഇടുന്നത്. മസാലയായാലും എല്ലാം വളരെ കുറച്ച്.
ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ടേസ്റ്റ് വരുത്താനായിട്ടുള്ള ഒരു സ്പെഷ്യൽ എന്താ പറയുക ടിപ്പ് ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക, ഒന്നും മിസ്സാക്കരുത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എല്ലാത്തിനും നല്ല മണം കിട്ടാൻ ഉപയോഗിക്കാൻ നല്ലതാണ്. കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. അടിപൊളി മണമാണ്. അതുപോലെ നമുക്ക് ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയത് ഇപ്പോൾ സാധാരണ എല്ലാ ചിക്കനായാലും ബീഫിനായാലും ഒക്കെ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെയാണ് എല്ലാം ചേർത്ത് വേണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഉള്ളിയും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ മുന്നോട്ട് കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്ത് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് പുരട്ടിയിട്ടുണ്ട്, അതിനനുസരിച്ച് ഉപ്പിട്ട് കുറച്ചിട്ടാൽ മതി. ഉള്ളി ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വെച്ചാൽ ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ ആ ആടിന്റെ ബ്രെയിൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേറെ അതെന്തിനാന്ന് വെച്ചാൽ വേറൊരു എന്താ പറയുക ബ്രെയിൻ മാത്രം നമ്മൾ എന്താ പറയുക ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ആഴ്ചയാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ടേസ്റ്റിക്കല്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കേരളത്തിലെ ഫുഡ് ഐറ്റംസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പം പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ ഉള്ളി വഴന്ന് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വെന്തുടയണം. അപ്പോൾ ഇതിന് നമുക്ക് ഒരു തക്കാളി മതി അല്ലേ. ഇത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. ഒരു തലേന്ന് പറയുമ്പോൾ അധികമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂണാണ് എടുത്തിരുന്നത്. ടീസ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലിക്ക് നല്ല നിറമുണ്ട്, പക്ഷേ എരിവ് അധികം ഇല്ല. എരിവ് കുറവാണ്. നല്ല കളറ് കിട്ടും, എന്നാൽ എരിവ് കുറവുമായിരിക്കും. ഇനി നമുക്കിത് ചേർക്കേണ്ടത്, എരിവിന് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഈ മുളകിൻ്റെ മല്ലിപ്പൊടിയുടെ മണം പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറച്ചി ചേർക്കണം. നമ്മൾ ആ മസാല പൊടിച്ച മസാല ചേർക്കണ്ടേ? അത് ലാസ്റ്റ് ചേർക്കണം. വെന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മസാല ചേർക്കണം. അപ്പോൾ നമ്മളിത് ഈ പാത്രത്തിൽ തന്നെയാണ് ഇറച്ചി ആഡ് ചെയ്തിട്ട് വേവിക്കുക? അല്ല, നമ്മളിതൊന്ന് കുക്കറിൽ വേവിക്കും. കാരണം ഇതിനകത്ത് എല്ല് കഷ്ണങ്ങൾ കൂടുതലായിട്ട് അത് വേവണമെങ്കിൽ നമ്മളിത് കുക്കറിലൊന്ന് അടിക്കണം. കുക്കറിൽ അടിച്ചില്ലെങ്കിൽ ഒരു 4 വിസിൽ വരെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. പാത്രത്തിൽ നിന്ന് നമുക്കിനി ഇത് മാറ്റി കുക്കറിലേക്ക് ആക്കണം. ഇതിനകത്തൊന്ന് വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി അതിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്നതാണ്. അതൊക്കെ ഇനി ഉപ്പിൻ്റെ വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. ഇപ്പോൾ കാണുമോ ചേർത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കറിൽ ഇടുമ്പോൾ നമ്മളിതിനകത്ത് വെള്ളം ഈ പാത്രം കഴുകിയാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വെള്ളം ഇല്ലാതായി പോലെ കുക്കർ. നമ്മൾ ഈ ആദ്യം വഴറ്റിയ ചീനിച്ചട്ടിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ച് വെക്കാം. ഒരു 4 വിസിൽ കേൾക്കണം. 4 വിസിൽ കേട്ടിട്ട് നമുക്കൊരു ആവി പോകുന്ന വരെ വെച്ചിട്ട് തുറക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്താ പറയുക കുക്കർ തുറന്ന് നോക്കാൻ പോവാണ്. 10 മിനിറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം.
നോക്കാം. എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് നല്ല ഗ്രേവിയൊക്കെ ഇട്ടിരിക്കൊണ്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിക്കണം. നമുക്ക് സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ നിൽക്കുന്ന ഗ്രേവി ഒന്ന് വറ്റി കൊടുക്കണം. ആ സമയത്തിൽ ഞാൻ പറഞ്ഞ ടിപ്പ്, ലാസ്റ്റത്തെ ടിപ്പ് ചെയ്യാൻ പോവാണ്. അവിടെ നിന്ന് വെള്ളം വറ്റിട്ട് നമുക്കിവിടെ ഒരു കയ്യുരുളി അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമുക്കൊരു പാത്രം നന്നായിട്ട് ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. എന്നിട്ട് എണ്ണയും ചൂടായിട്ട് വേണം കടുക് ഇടാൻ. അപ്പോഴാണ് കടുകിൻ്റെ ഒരു സ്വാദ് ഇറങ്ങുമോ. പാത്രം ചൂടായി, ആ ചൂടായ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണയും ചൂടായി കഴിഞ്ഞിട്ട് കടുകിട്ടാൽ ആ കടുകിൻ്റെ സ്വാദ് നന്നായിട്ട് വരുമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. നമുക്കും അതുപോലെ തന്നെ ചെയ്ത് നോക്കാം. കുറച്ച് ചൂടാകുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പാത്രമാണ്, ഓടാണ്, പഴയ കയ്യുരുളിയാണ്, പണ്ടത്തെ കാരണവന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന കയ്യുരുളിയാണത്. ഇപ്പോൾ ഏകദേശം ചൂടായി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകും. എണ്ണ ചൂടായിട്ടാണ് നമ്മൾ കടുകിടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്പെഷ്യൽ എന്താ പറയുക ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ആ സ്പെഷ്യൽ ടിപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇത് കടുകിട്ട് പൊട്ടിച്ച് കടുകും ചുമന്നുള്ളി ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തേങ്ങ, ഒരു ചെറിയ ബൗൾ തേങ്ങ അതിനകത്തേക്ക് വറുത്തിടും. അരയ്ക്കൊന്നും വേണ്ട, നല്ല ചുമപ്പ് നിറമാക്കി ചൂടാക്കി വറുത്ത്. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ടിപ്പെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആ തേങ്ങ എന്താ പറയുക വറുക്കാനായിട്ടാണ് ഈ എണ്ണ വെച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ കറി അപ്പുറത്തെ അടുപ്പിലിരുന്ന് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഉണ്ട്, അതൊന്ന് വറ്റണം. നമ്മൾ എന്തായാലും കുക്കറിൽ വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിത് റെഡിയാക്കുക. രണ്ട് കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക്, ഒന്ന് വന്ന് കഴിയുമ്പോൾ തേങ്ങയും കൂടെ ഇട്ടുണ്ടാക്കുന്ന ഇത് പ്ലെയിൻ കുറച്ച് കിട്ടണം നമ്മൾ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വറുക്കുന്നതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. എനിക്ക് കടുക് വറുക്കുന്ന മണത്തേക്കാൾ കൂടുതൽ മട്ടൻ കറിയുടെ മണമാണ് കിട്ടുന്നത്. നമുക്കിതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് തേങ്ങ നല്ലോണം ഒന്ന് മുരിഞ്ഞണം. മുരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാധാരണ എരിശ്ശേരിക്കൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തത്. അതുപോലെ നമ്മൾ മട്ടൻ കറിക്കൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാനങ്ങനെ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കാവും. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും വരുമായിരുന്നു. ഇതിൽ നമ്മൾ വേറെ ഉപ്പോ മുളകോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വേണ്ട, ഉപ്പും മുളകും ഒന്നും ചേർക്കണ്ട. നല്ല ബ്രൗൺ നിറത്തിലൊന്ന് വറുത്ത് ഇതുപോലെ അതിനകത്തേക്ക് ഇട്ടാൽ മതി. തേങ്ങ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഇനി ആ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. ഈ കളറേ ആകാവുള്ളൂ. ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് എല്ലാവരും ഓഫ് ചെയ്ത് അതിനകത്തേക്ക് ഉപയോഗിക്കാൻ പാകത്തിനായി ഇതിനകത്തേക്ക് അരക്കൊന്നും വേണ്ട. നമ്മൾ ഇങ്ങനെ തന്നെ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഗ്രേവി ആയാലും എല്ലാവരും ഗ്രേവിയായിട്ട് ഗ്രേവി എല്ലാം തിക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായിട്ടുള്ളൊരു ആട്ടും തലക്കറിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, അതാണ് നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ തേങ്ങ ലാസ്റ്റ് വറുത്തെടുത്ത് അരയ്ക്കുന്നില്ല, വറുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ മട്ടൻ
മട്ടൻ തലക്കറിയുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, റൈസിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം നിങ്ങളുടെ ഇറച്ചിയും എല്ലും എല്ലാം കൂടെ മിക്സ് ആയിരിക്കുന്ന ഒരു പരുവത്തിലായുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണ്. നല്ല ചൂടുണ്ട്. കഴിച്ചിട്ട് വേഗം അഭിപ്രായം പറഞ്ഞേ. സൂപ്പറാണോ ഇത്? അടിപൊളി. ആ തേങ്ങയുടെ ഗ്രേവിയും ആ തേങ്ങയുടെ ആ ഒരു ഫ്ലേവറും ആ മസാലയും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ. ആടിന്റെ തലക്കറി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ടേസ്റ്റ് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റി കേരള സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ എന്താ പറയുക, നമ്മൾ ബ്രെയിൻ കറിയാണ്. അപ്പോൾ അതിലേക്ക് അത് ഷൂട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.